വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി 2025-26 അക്കാഡമിക് ഇയറിലോട്ടുള്ള ഡിഗ്രി അഡ്മിഷന് വേണ്ടി ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ +2 കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഗവൺമെൻറ് അതുപോലെ എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ വിദ്യാർത്ഥികളുടെ +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷന് വേണ്ടി ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിശദമായ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്താൻ. അപ്പോൾ വിദ്യാർത്ഥി നോട്ട് ചെയ്ത് വെക്കുക, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് admission.kannuruniversity.ac.in. കാരണം പലപ്പോഴും വിദ്യാർത്ഥികൾ ജസ്റ്റ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് അയച്ചു തരുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ admission.kannuruniversity.ac.in അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്നാമതായിട്ട് കാണുന്ന FIUGP എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ജസ്റ്റ് FIUGP ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി അഡ്മിഷൻ പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരിട്ട് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ സെൻറ്റർ പോലുള്ള പുറമേയുള്ള സ്ഥലത്ത് പോയിട്ടാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിലും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പാടുള്ളൂ. ഇനി അത്തരത്തിൽ പുറമേ നിന്ന് പോയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വിദ്യാർത്ഥികൾക്കില്ല. കാരണം നിങ്ങളുടെ കൈവശം മൊബൈൽ ഫോൺ ഉണ്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ അപേക്ഷകളും കൊടുക്കുവാനും സാധിക്കുന്നതാണ്. നോർമലായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ ഈ ഒരു കാര്യം മാത്രമേ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി തന്നെ അപേക്ഷ കൊടുക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ഡിഗ്രി കോഴ്സുകൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് രണ്ടാമത്തെ പ്രോഗ്രാംസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുള്ള മുഴുവൻ പ്രോഗ്രാമുകളിലും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ് ഈ 3 കാറ്റഗറിയിലാണ് കോളേജുള്ളത്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എയ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫീസില്ലാതെ താരതമ്യേന ജസ്റ്റ് ട്യൂഷൻ അതേപോലെ എക്സാം ഫീസ് മാത്രം കൊടുത്ത് പഠിക്കാൻ സാധിക്കും. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ സെമസ്റ്ററിനും നിശ്ചിത ഫീസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എയ്ഡ് മാത്രമാണ് ഫീസില്ലാതെ പഠിക്കാനും ഇനി ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ സാധിക്കുന്ന കോളേജുകളാണ് സെൽഫ് ഫിനാൻസ് കോളേജ്. ഈ ഒരു വ്യത്യാസം വിദ്യാർത്ഥി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു മുഴുവൻ പ്രോഗ്രാംസ് അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ പ്രോഗ്രാംസും ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നോക്കുക. അപ്പോൾ ഉദാഹരണത്തിന് BA സോഷ്യോളജി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം BA പൊളിറ്റിക്കൽ സയൻസാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് BA ഇംഗ്ലീഷ് ഇവിടെ FIUGP BA ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എലിജിബിലിറ്റി നോർമലി നിങ്ങൾക്കറിയാം ഹയർ സെക്കൻഡറി ആണ് എലിജിബിലിറ്റി. ആ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ BA ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ അപ്പോൾ നിങ്ങൾ കാണാം ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് എന്ന് കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് കോളേജാണ്. ഇനി അതുപോലെ എയ്ഡ് കോളേജാണ് അടിയിൽ എയ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റും എയ്ഡ് നിങ്ങൾക്ക് താരതമ്യം ഫീസില്ലാതെ പഠിക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം സെൽഫ് ഫിനാൻസിങ് എന്ന് കാണാം. അപ്പോൾ സെൽഫ് ഫിനാൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സെൽഫ് ഫിനാൻസിൽ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട കോളേജുകളായിരിക്കും. ഓക്കെ, അത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾ ഏതാണ് നിങ്ങൾ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സ് ഇവിടെ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ സാധിക്കുന്ന കോളേജുകൾ റാങ്ക് അടിസ്ഥാനത്തിൽ ഏറ്റവും മുകളിൽ നിങ്ങൾ എഴുതി വെക്കും. ആ രീതിയിൽ ഒരു 10 കോളേജ് അല്ലെങ്കിൽ 15 കോളേജ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമത് ആഗ്രഹിക്കുന്ന കോളേജ് ഒന്നാമത്തെ ലിസ്റ്റും രണ്ടാമത് ആ രീതിയിൽ നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം BA ഇംഗ്ലീഷും അതേപോലെ തന്നെ BA ഹിസ്റ്ററിയും BA സോഷ്യോളജിയും പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 3 ഓപ്ഷൻ ഏതും കിട്ടിയാൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ ഇഷ്ടം നിങ്ങളുടെ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള കോഴ്സ് ഇംഗ്ലീഷ് ആണെങ്കിൽ ആദ്യത്തെ 5 കോളേജ് നിങ്ങൾ ഇംഗ്ലീഷ് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഇംഗ്ലീഷ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഹിസ്റ്ററിക്ക് പോവുകയാണെങ്കിൽ 6ാമത് തൊട്ട് നിങ്ങൾ ഹിസ്റ്ററി നിങ്ങൾ ഇതേ രീതിയിൽ കൊടുക്കുന്നു. ഇനി അതിന് ഹിസ്റ്ററിയും കിട്ടിയില്ലെങ്കിൽ സോഷ്യോളജി ആണെങ്കിൽ ജസ്റ്റ് 11ാമത് തൊട്ട് സോഷ്യോളജി കൊടുക്കുന്നു. ആ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കോളേജിൽ ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അപേക്ഷയോട്ട് പോകുന്നുണ്ട് ഒരു പേപ്പറിൽ കൃത്യമായിട്ട് ഈ രീതിയിൽ 1 to എത്രയാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്നത് ആ രീതി നിങ്ങൾ എഴുതി വെക്കുക. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ ഈ പറഞ്ഞ പ്രോഗ്രാംസ് എടുത്തുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് കോളേജുകൾ ലിസ്റ്റ് മൊത്തത്തിൽ കിട്ടണമെങ്കിൽ ഇവിടെ കോളേജ് നില ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളേജ് ലിസ്റ്റും കിട്ടുന്നതായിരിക്കും. ഇനി പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രോസ്പെക്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അതായത് നോർമലി ഡിഗ്രി കോഴ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 വർഷത്തെ ഡിഗ്രി, അതേപോലെ 4 വർഷത്തെ ഡിഗ്രി, അതേപോലെ 4 വർഷത്തെ ഡിഗ്രി തന്നെ ഓണേഴ്സ് വിഭാഗം, അതേപോലെ ഓണേഴ്സ് വിത്ത് റിസർച്ച്. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പല വീഡിയോയിലും ചർച്ച ചെയ്ത കാര്യമാണ്. 3 വർഷത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിഗ്രി 4 വർഷമാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് 3 വർഷം കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി 4 വർഷം എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് ഡിഗ്രി, അപ്പോൾ ഓണേഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടുക. ഇനി ഓണേഴ്സിന് റിസർച്ച് വിഭാഗത്തിലുള്ള ഡിഗ്രി ഉണ്ട്. അപ്പോൾ അത് ഓരോ കോളേജിനും കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കോഴ്സ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിലവിൽ ശ്രദ്ധിക്കുക, ജൂൺ 17-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ
കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് ആരും അപേക്ഷ കൊടുത്ത് മിസ്റ്റേക്ക് വരുത്തേണ്ട. ജൂൺ 17 വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടത് SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് 600 രൂപയും, അതേപോലെ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ 300 രൂപയും, ബാക്കി എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും 600 രൂപയുമാണ് ജസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളെ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റത്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ പരമാവധി നമ്മുടെ ചാനൽ തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒഫീഷ്യലായിട്ടുള്ള ഈ ഒരു ലിങ്കിൽ കയറി ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏറ്റവും താഴെ നിങ്ങൾക്കിവിടെ രജിസ്റ്റർ ഹിയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ രജിസ്റ്റർ ഹിയർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ ഹിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോർമലായിട്ട് നേരത്തെ നിങ്ങൾ ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ കൊടുത്ത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ നെയിം ഓഫ് അപ്ലിക്കൻ്റ് SSLC ബുക്കിൽ അതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതോടൊപ്പം ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി ടൈപ്പ് ചെയ്യുന്നു, ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇമെയിൽ ID-യും ആധാർ നമ്പറും മൊബൈൽ നമ്പറും വളരെ ശ്രദ്ധയോട് കൊടുക്കുക. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിലും മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. അതോടൊപ്പം തന്നെ പാസ്വേഡ് ശ്രദ്ധിക്കുക. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ എൻ്റെ പേര് സവാദ് @123, അപ്പോൾ SC ക്യാപ്സിലോട്ട് കൊടുക്കുക, ആ ഒരു ഫോർമാറ്റിൽ കൊടുക്കുക. പിന്നെ സെലക്ട് കാറ്റഗറി, ഇവിടെ നിങ്ങൾ ജനറൽ ആണ് ജനറൽ, SC/BC SC/ST ആണെങ്കിൽ ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ 600 രൂപയാണ് വരിക, 300 രൂപ. അപ്പോൾ SC/BC ജനറൽ ആയതുകൊണ്ട് 600 രൂപ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാസ്വേഡ് കൺഫേം ആക്കുന്നു. ഇനി രജിസ്ട്രേഷൻ ഫീസ് 600 കാണിച്ചു. മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾക്ക് ഓൾഡ് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് വീണ്ടും ബാക്കിലോട്ട് വന്ന് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഇതേ രീതിയിൽ ജസ്റ്റ് പാസ്വേഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ചെയ്ത് നിങ്ങളുടെ ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ്, അതുപോലെ ഓപ്ഷൻസ്, ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കോളേജ് അതുപോലെ ഓപ്ഷൻസ് കൊടുക്കലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് നോക്കി എല്ലാം കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഫൈനലി കൺഫർമേഷൻ ജസ്റ്റ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്ത് വെക്കുക. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ചെയ്തവരാണെങ്കിൽ PDF സേവ് ചെയ്ത് വെക്കുക. പിന്നീട് അഡ്മിഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ പേജ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിലവിൽ ജൂൺ 17 വരെ അവസരമുണ്ട്. ഇനി നേരത്തെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ട് ജൂൺ 10 വരെ. ഇനി അതോടൊപ്പം തന്നെ കേരളത്തിലെ MG യൂണിവേഴ്സിറ്റി നേരത്തെ വിളിച്ചിട്ടുണ്ട്, കേരള യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഡിഗ്രി അഡ്മിഷൻ ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ജസ്റ്റ് ഒരു കേവലം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണെങ്കിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി മാത്രം ആശ്രയിക്കാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും അതേപോലെ കേരള യൂണിവേഴ്സിറ്റിയൊക്കെ നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. കാരണം എവിടെയെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആ രീതിയിൽ അപേക്ഷ കൊടുത്തിടുക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ തെറ്റുകൂടാതെ നിങ്ങൾ ചെയ്യുക. ഇത്തരത്തിൽ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ അപ്ഡേറ്റ്സുകൾക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലേക്ക് എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.